ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. വേദാസ്വാങ്കോജിതഃ കൃഷ്ണോ ദൃഢസംഘർഷണോച്യുതഃ വരുണോ വാരുണോ വൃക്ഷഃ പുഷ്കരാക്ഷോ മഹാമനാഃ. വേദസ് അഥവാ ബ്രഹ്മാവ് വിധാനം ചെയ്യുന്നതിനാൽ വേദസ് ഭഗവാൻ രജോ ഗുണം പ്രമുഖമാക്കി ബ്രഹ്മാവായി സൃഷ്ടി നടത്തുന്നു. ഓരോരുത്തർക്കും കർമ്മഫലം അനുഭവിക്കാനായി ഉതകുന്ന ചുറ്റുപാടുകളും രൂപവും നൽകി അനുഗ്രഹിക്കുന്നു. സ്വാങ്ക സ്വയം കാര്യങ്ങൾ നടത്തുന്നവൻ. ഒരു കുടം ഉണ്ടാക്കണമെങ്കിൽ കളിമണ്ണും ആകൃതി നിശ്ചയിക്കാൻ ഒരു കുംഭാരനും ഒരു ചക്രവും എല്ലാം വേണം. പക്ഷേ പ്രപഞ്ച സൃഷ്ടിക്ക് ഇതെല്ലാമായിരിക്കുന്നത് ഭഗവാൻ തന്നെ. അതിനാൽ സ്വാങ്ക. ബ്രഹ്മസൂത്രത്തിൽ പാൽ തൈരാക്കുന്ന ഉപമ പറഞ്ഞിട്ടുണ്ട്. പാൽ പിരിഞ്ഞ് തൈരാകാൻ പുറമേ നിന്ന് ഒന്നും വേണ്ട. ഉറവൊഴിക്കലും പാല് ചൂടാക്കലും തൈരാകുന്ന പ്രക്രിയയ്ക്ക് വേഗം കൂട്ടാനാണ്. പാലിൻ്റെ അന്തർലീനമായ സ്വാഭാവിക ഗുണത്താലാണ് അത് തൈരാകുന്നത്. അതുപോലെ അവിടത്തേക്ക് സൃഷ്ടി സ്ഥിതി സംഹാരത്തിനു പുറമേ നിന്നൊരു സഹായം വേണ്ടതില്ല. അജിത ആരാലും ജയിക്കപ്പെടാത്തവൻ. ഏത് അവതാരമെടുത്താലും ദുഷ്ടനിഗ്രഹത്തിന് ആയുധമേന്തിയാൽ ജയം കാണാതെ അവിടത്തേക്ക് മടക്കമില്ല. രാവണനും ഹിരണ്യകശിപുവിനും ഭഗവാനെ ജയിക്കുക അസാധ്യമായിരുന്നു. അതിനാൽ അജിതൻ. കൃഷ്ണ വ്യാസൻ. കൃഷ്ണദ്വൈപായൻ എന്നാണ് വ്യാസമഹർഷിയുടെ പേര്. വേദവ്യാസനും നമ്മുടെ പ്രഭുവായ ശ്രീമൻ നാരായണൻ തന്നെ. അവിടത്തേക്കല്ലാതെ മഹാഭാരതമെന്ന അത്ഭുത രചന നിർവഹിക്കാൻ കഴിയുക ആർക്കാണ്? ദൃഢ ചാഞ്ചല്യമില്ലാത്തവൻ. ശരണാഗതർക്കിഷ്ടവരദാനം ചെയ്ത് അവരെ സംരക്ഷിക്കുന്നതിൽ ദൃഢനാണ് അവിടുന്ന്. സ്വരൂപത്തിലോ ജ്ഞാനത്തിലോ ഐശ്വര്യത്തിലോ മാറ്റമില്ലാത്തതുപോലെ ഭക്തവത്സലതയിലും ഭഗവാൻ അചഞ്ചലനാണ്. സംഘർഷണോച്യുത തന്നിലേക്ക് ലയിപ്പിക്കുന്നവനും നിർമ്മമനും. പ്രളയകാലത്ത് ജഗത്തിനെ തന്നിലേക്ക് ലയിപ്പിക്കുന്നതിനാൽ സംഘർഷണൻ. അപ്പോഴും പരമ്പൊരുളിന് ഭേദഭാവമില്ല, നാശവുമില്ല. അതിനാൽ അച്യുതൻ. അതിനാൽ സംഘർഷണോച്യുത. ഉത്തമ ഭക്തന്മാരുടെ മരണം സംഭവിക്കുമ്പോൾ അവരെ തന്നിൽ ലയിപ്പിക്കുന്നു. വരുണ ഭരിക്കപ്പെടുന്നവനാണ് വരുണൻ. സന്ധ്യാസൂര്യൻ. സായാഹ്നത്തിൽ സൂര്യൻ തൻ്റെ രശ്മികളെ തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്നു. അതിനാൽ സായങ്കാല സൂര്യനെ വരുണൻ എന്ന് പറയും. കൽപ്പാന്തത്തിൽ സർവസൃഷ്ടികളെയും തന്നിൽ ലയിപ്പിക്കുന്നതിനാൽ ഭഗവാൻ വരുണൻ. വാരുണ വരുണന്റെ പുത്രൻ. നാരായണൻ വരുണൻ ആകുന്നതിനുള്ള പ്രധാന കാരണം ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയെല്ലാം സാധാരണയിലും കവിഞ്ഞ മഹത്തായ പ്രകരണങ്ങളുണ്ടോ അവയെല്ലാം എന്നിൽ നിന്ന് വരുന്നവ തന്നെ. വസിഷ്ഠ മഹർഷിയുടെയും അഗസ്ത്യ മഹർഷിയുടെയും തേജസ് ഭഗവാനിൽ നിന്ന് സ്ഫുരിക്കുന്നത് തന്നെ. എപ്പോഴും ഈ ലോകത്തിൽ സാധാരണയിലധികം തേജസ്സോ ഓജസ്സോ കഴിവോ പ്രകടമായി കാണുമ്പോൾ അവിടെ ഭഗവാന്റെ തേജസ്സിൻ്റെ സ്ഫുരണങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് മനസ്സാ നമിക്കണം. വൃക്ഷ ഇലെ അനങ്ങാ വൃക്ഷം പോലെ നിശ്ചലനായി നിൽപ്പവൻ. സർവവ്യാപിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വൃക്ഷം പോലെ നിശ്ചലനായി നിലയുറപ്പിക്കുന്നതിനാൽ വൃക്ഷ എന്ന നാമം. മുകളിൽ സംസാരവൃക്ഷത്തിൻ്റെ ബ്രഹ്മമാകുന്ന മൂലമായതിനാൽ നാരായണൻ വൃക്ഷ. ശ്വേതാശ്വതര ഉപനിഷത്തിൽ വൃക്ഷമെന്ന പേര് നിശ്ചലനായി സ്വമഹിമയിൽ വർത്തിക്കുന്നു ഭഗവാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുഷ്കരാക്ഷ താമരപോൽ മനോഹരമിഴികൾ ഉള്ളവൻ. ആകാശം മുഴുവൻ വ്യാപിച്ചവൻ. ഹൃദയാകാശത്തിൽ ദൃശ്യമാകുന്നവൻ. അതുല്യമാണ് ഭഗവാന്റെ ആകർഷണ ശക്തി. ഇരുമ്പിനെ കാന്തമെന്ന പോലെ ഭക്തഹൃദയങ്ങളെ ഭഗവാൻ വലിച്ചടുപ്പിക്കുന്നു. എത്ര കാരുണ്യമാണ് ആ നോട്ടം. പുഷ്കരം എന്നതിന് താമര എന്നും ആകാശമെന്നും അർത്ഥമെടുത്താലും അവിടത്തേക്ക് അനുയോജ്യം തന്നെ. ധ്യാനനിമഗ്നരുടെ ഹൃദയാകാശത്തിൽ ദൃശ്യമാകുന്നവനും അവിടുന്ന് തന്നെ. മഹാമന മഹത്തായ മനസ്സോട് കൂടിയവൻ. സത്യസങ്കല്പനാണ് അവിടുന്ന്. സങ്കല്പിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവൻ.
സങ്കല്പം കൊണ്ട് തന്നെ അവിടുന്ന് ജഗത്തിൻ്റെ സൃഷ്ടിയും സംഹാരവും നടത്താൻ കെൽപ്പുള്ളവനാണ്. അതിനാൽ മഹാമന. വേധാസ്വാങ്കോജിതഃ കൃഷ്ണോ ദൃഢസംഘർഷണോച്യുതഃ വരുണോ വാരുണോ വൃക്ഷഃ പുഷ്കരാക്ഷോ മഹാമനാ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.